എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പറ്റുന്ന വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 30ഓളം IS ഭീകരർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഈ കൊല്ലപ്പെട്ടവരിൽ ഏകദേശം 4ഓളം ഇന്ത്യക്കാരുണ്ട്. ഈ 4 ഇന്ത്യക്കാരിൽ 2 മലയാളികൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ശരിക്കും മലയാളികൾക്ക് ഒരു ഷോക്കിംഗ് ന്യൂസ് അല്ല, മലയാളികൾക്ക് ഇതൊരു വിഷയമേ അല്ല. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നിന്ന് ISലോട്ട് പോയത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് മലയാളികൾ ആ സമയത്ത് പോയപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. അത് ജൂതൻ്റെ പണിയാണ്. ഈ ISൻ്റെ ഇതൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജൂതൻ ഉണ്ടാക്കിയാണ്. ഈ ആഗോളതലത്തിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടി ജൂതൻ പടച്ചുവിട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കേരളത്തിലെ മുസ്ലിംസ് അതിനെ ന്യായീകരിക്കും, അതിന് വെള്ളപൂശും. ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിലെ മാധ്യമങ്ങളും അധികം റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്താ പറയേണ്ടത്, ഇതൊക്കെ അതൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. അവരിപ്പോഴും പറയുന്നത് എന്താ പറയേണ്ടത്, IS ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടപ്പോൾ അവർ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കുന്നവരാണ് തരത്തിലൊരു നറേറ്റീവ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അത്തരത്തിലുള്ള വലിയ വലിയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവിടുത്തെ സുഡാപ്പികൾ പടച്ചു വിട്ടിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞുതരാം ഏത് കോണ്ടക്സ്റ്റിലാണ് 30ഓളം IS ഭീകരർ അവിടെ എന്താ പറയുക പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഈ ഭീകരവാദികൾ, അത് വളരെ നീചമായ ഇസ്ലാമിക് ഭീകരന്മാർ ഇപ്പോഴെന്ന അന്താരാഷ്ട്ര തലത്തിൽ ലോകത്തിന് ഇല്ലാതായി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഇസ്ലാമിക ഭീകരവാദ ഫണ്ട് എന്താ പറയുക അതൊക്കെ സ്വീകരിക്കുന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു പറയുന്നുണ്ട്. പക്ഷേ സംഭവം അതല്ല, ഇപ്പോഴും അത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ ഒരു സംഘടനയുണ്ട്. ഈ ISൻ്റെ ഒരു സബ് മൊഡ്യൂളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസൻ പ്രൊവിൻസ്, ISKP എന്ന് പറയുന്ന സംഘടനയുണ്ട്. ഈ സംഘടന എന്ന് വെച്ചാൽ ISൻ്റെ ഒരു സബ് മൊഡ്യൂളാണ്. അപ്പോൾ ഇത് വളരെ ഭയങ്കര സംഘടനാ തലത്തിൽ, അതായത് ഇപ്പോഴും തീവ്രവാദികളെ പരിശീലിപ്പിച്ച് ആഗോളതലത്തിൽ പല സ്ഥലത്തുനിന്നും പല രാജ്യത്തുനിന്നും ആൾക്കാർ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് തീവ്രവാദികളാക്കിയിട്ട് വീണ്ടും അവരുടെ രാജ്യത്തേക്ക് തന്നെ അയക്കുന്ന ഒരു സ്വഭാവമാണ്. ഇവരുടെ ഒരു സംഘടനാ പാഠവും ഭയങ്കരമാണ്. അത് ഇപ്പോഴും ISനെക്കാട്ടും ശക്തമായ രീതിയിൽ നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്തിട്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോയ നിമിഷ ഫാത്തിമയടക്കം ഈ ISKPയുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോൾ ഈ റാഷിദ് അബ്ദുള്ളയൊക്കെ കാസർഗോഡ് നിന്ന് പോയ റാഷിദ് അബ്ദുള്ള, അതായത് വിഖ്യാതമായ ഒരു ഓഡിയോ ഒക്കെ പുറത്ത് വിട്ടില്ലേ, തൃശ്ശൂർ പൂരത്തിലേക്ക് എന്താ പറയുക, നിങ്ങൾ ചുമ്മാ അവിടെ കാഫറുകളുടെ ഒരുപാട് ഉത്സവം നടക്കുന്നുണ്ട്, തൃശ്ശൂർ പൂരത്തിലേക്ക് എന്താ പറയുക നിങ്ങൾക്ക് വണ്ടി കയറ്റി കുറേ ആൾക്കാരെ കൊന്നൂടെ, ശബരിമലയിൽ ബോംബ് വെച്ചൂടെ, അതായത് കാഫറുകൾ കൂടുന്ന സ്ഥലത്ത്. അപ്പോൾ അത്തരത്തിൽ ഓഡിയോ ഒക്കെ കുറച്ച് നാൾ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, ദേശീയ മാധ്യമങ്ങളുടെ എന്താ പറയുക ചാനലിൽ ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്, ആ ഓഡിയോ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ഈ ISKPയുടെ നിയന്ത്രണത്തിലാണ്. അവർ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറകിൽ ശരിക്കും ഇതിനാരാണ് ഫണ്ട് ചെയ്യുന്നില്ല, ശരിക്കും ഇവർക്ക് ആരാണ് ചെലവും കൊടുക്കുന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ എന്താ പറയുക ഈ താലിബാൻ ഭരണകൂടം അവിടെ വന്നതിന് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും പാകിസ്ഥാൻ സ്പോൺസേഡ് ഇതാണെന്ന്. അപ്പോൾ ഈ ISKPയുടെ ഒരു യൂണിറ്റ് ഈ ബലൂചിസ്ഥാനിലെ മസ്തൂം ഡിസ്ട്രിക്റ്റിൽ അവിടെ ഒരു നദിക്കരയുണ്ട്. ബലോങ് നദിക്കരയുടെ തീരത്ത് ഒരു വലിയൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഏകദേശം 50ഓളം പേര് ഈ ക്യാമ്പിൽ പങ്കെടുത്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് പുറത്തുവിട്ടത് ശരിക്കും ആരാണെന്ന് പറയും, ഈ അഫ്ഗാനിസ്ഥാനിൽ ഒരു അമേരിക്കൻ എൻവോയി ഉണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി പുറത്തുവിട്ടിരുന്നു അതായത് ഈ ബലോങ് നദിക്കരയിൽ നടന്ന ഒരു ക്യാമ്പിൽ, ISKPയുടെ ക്യാമ്പിൽ ഏകദേശം 19ഓളം പേർ പങ്കെടുത്തിരുന്നു എന്നും അത് ഏതൊക്കെ രാജ്യം അവരുടെ എന്താ പറയുക കൺട്രി ഓഫ് ഒറിജിൻ ഏതൊക്കെ രാജ്യത്തിലെ ആൾക്കാരാണെന്ന് വിശദമായി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ എക്സിലൂടെ ണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഈ ക്യാമ്പ് നടക്കുമ്പോൾ ഏകദേശം എന്താ പറയുക ബലൂജ് ലിബറേഷൻ ആർമി ഈ ക്യാമ്പ് ആക്രമിച്ച് എല്ലാവരും കൊല്ലപ്പെടുന്നു. അതായത് 30 പേർ കൊല്ലപ്പെടും എന്നാണ് പറയുന്നത്. ശരിക്കും 50 പേർ പങ്കെടുത്തിട്ടുണ്ട്. ബാക്കി 20 പേരുടെ വിവരങ്ങൾ എന്താണെന്ന് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഈ സാധാരണ നമ്മൾ ISൻ്റെ ഭീകരർ കൊല്ലപ്പെടുന്നത് എപ്പോഴാണ്, അമേരിക്കയുടെ മറ്റോ അവരുടെ ബോംബിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഈ IS ഭീകരരൊക്കെ കൊല്ലപ്പെടുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായ വാർത്ത വരുന്നത്. അതായത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ അറ്റാക്കിൽ ഈ IS ഭീകരർ കൊല്ലപ്പെടുന്നു. ബലൂജ് ലിബറേഷൻ ആർമി നമുക്കറിയാം, അതായത് ബലൂചിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായി കിട്ടാൻ വേണ്ടി പോരാടുന്ന പോരാളികളാണ് ബലൂജ് ലിബറേഷൻ ആർമി. ശരിക്കും പാകിസ്ഥാൻ തന്നെ അവിടെ പറയുന്നത് വെച്ചാൽ ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇന്ത്യയാണ് ചെയ്തു കൊടുക്കുന്നത്. അതായത് പണത്തിന് പണം, ആയുധത്തിന് ആയുധം, ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം പാകിസ്ഥാനിൽ ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയിൽ പെഷവാറിലേക്ക് വന്ന ജാഫർ എക്സ്പ്രസ് റാഞ്ചിട്ട് ഏകദേശം 90ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരൊക്കെ തട്ടിയില്ലേ. അപ്പോൾ അതൊക്കെ അവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. അപ്പോൾ ഇന്ത്യ വിരുദ്ധ ഒരിത് കത്തി പടർത്തിയിരുന്നു ഈ പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടെ. അതായത് ഇതിന് പിന്നിൽ ഇന്ത്യയാണ് ആയുധം കൊടുക്കുന്നത്, അവർക്ക് വേണ്ട ടെക്നിക്കൽ സഹായം പോലും കൊടുക്കുന്നത് ഇതാണ്. ഈ ജാഫർ എക്സ്പ്രസ് റാഞ്ച് അതിൻ്റെ എല്ലാ ഇതും കൺട്രോൾ ചെയ്തത് ഡൽഹിയിൽ നിന്നാണ്. അതായത് അജിത് ഡോവലിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ അവിടെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവിടെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ
ഈ ക്യാമ്പ് അറ്റാക്ക് ചെയ്തിട്ട് ഏകദേശം 50ഓളം പേര് 50 പേരുണ്ടായിരുന്നു, 30 പേർ കൊല്ലപ്പെടുന്നു. കൂടുതൽ ആൾക്കാർ തുർക്കി, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇന്ത്യ, ഈ 5 രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് ഈ അമേരിക്കൻ എൻവോയ്, അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കൻ എൻവോയ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനിൽ മൊത്തത്തിൽ എന്താ പറയുക, മൊത്തത്തിൽ അവിടെ കലാപ രൂക്ഷിതമാണ്. ഈ പെഹൽഗാം അറ്റാക്കിൻ്റെ പുറത്ത് തന്നെ അവർ പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുന്നു. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, ചുമ്മാ പറയാണ്. ഇപ്പോൾ അവിടെ തന്നെ ബലൂചിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി, ഈ സിന്ധ് പ്രവിശ്യയിൽ സിന്ധ് ലിബറേഷൻ ഫ്രണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഈ പാകിസ്ഥാൻ 4-5 കഷ്ണമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്ര സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പട്ടിണി, പരിവം, വെള്ളപ്പൊക്കം, അവിടെ എന്താ പറയുക ഗോതമ്പ് പോലും കിട്ടാനില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പെഹൽഗാം അറ്റാക്കിൻ്റെ പുറത്ത് അവർ പറയുന്നത് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുന്നു. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് സത്യം, നഗ്നമായ സത്യമാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഈ വരും ദിവസങ്ങളിൽ ഈ കൊല്ലപ്പെട്ടവരുടെ വിശദമായ വിവരങ്ങൾ ഇന്ത്യൻ സർക്കാർ തന്നെ പുറത്തുവിടും. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ എന്താണ് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടില്ല, ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നില്ല വ്യക്തമായ പേരും നാളും ഒക്കെ ഏത് ജില്ലയിൽ നിന്നാണെന്നില്ല വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഏകദേശം 4ഓളം ഇന്ത്യക്കാരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് 4 പേരും മലയാളികളാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് എന്താ പറയുക ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കേരളത്തിലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവരെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, കേരളത്തിൽ അവർക്കൊരു കണ്ണുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IS ജോയിൻ ചെയ്യുന്നത് മലയാളികളാണ്, കേരളത്തിലെ ആൾക്കാരാണെന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ. അതായത് ഈ പെഹൽഗാം അറ്റാക്കിൻ്റെ പുറത്ത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോസ്റ്റ് ചെയ്ത സാധനം പാകിസ്ഥാനിലൊരു മന്ത്രി ഷെയർ ചെയ്തു. അതായത് അവർ പറയുന്നത് വെച്ചാൽ അതിന് വലിയ പ്രചാരണം കിട്ടി പാകിസ്ഥാനിൽ. ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ സർക്കാർ സ്പോൺസർ ചെയ്ത അറ്റാക്കാണ് പെഹൽഗാമിൽ നടന്ന തരത്തിലുള്ള കാര്യമായിരുന്നു കോൺഗ്രസ് പാർട്ടി അത് പറഞ്ഞത്. അതവിടുത്തെ പാകിസ്ഥാൻ മന്ത്രി അവിടെ ഷെയർ ചെയ്ത് അവിടുത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കേരളം എന്താ പറയുക ഈ ഗ്ലോബലി ഒരു അറ്റൻഷൻ നേരത്തെ പറഞ്ഞവർ ISലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന കേരളത്തിലാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ കേരളത്തിന് ഒരു ഗ്ലോബൽ അറ്റൻഷൻ ഉണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തുപോയാലും കേരളത്തിലെ ആൾക്കാരെ എന്താ പറയുക ആക്ടിവിറ്റീസ് എന്നെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരൊരു പോസ്റ്റൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ചർച്ച നടത്തുന്നത്. അത്തരത്തിലൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മലയാളികൾ അഭിമാന മുഹൂർത്തമാണ്. ISൻ്റെ ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടു. പൂക്കളെയും പൂമ്പാറ്റയും സ്നേഹിക്കുന്ന കുറച്ച് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. അതിന് 4 ഇന്ത്യക്കാരാണ്. അതിലെത്ര മലയാളികൾ ഉണ്ടെന്ന് വരും ദിവസങ്ങളിൽ തന്നെ എന്തായാലും പുറത്തു വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുക, ഈ കൊല്ലപ്പെട്ട 4 മലയാളികളാവാനാണ് സാധ്യത. അപ്പോൾ വാർത്തകൾ പുറത്തു വരട്ടെ, അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.